ഇത് വളരെ നിവർത്തികേട് കൊണ്ട് ഉന്തിത്തള്ളി ഇറക്കി എന്ന് നമ്മൾ പറയാവുന്ന തരത്തിൽ സമരരംഗത്തേക്ക് ഇറക്കപ്പെട്ട ഒരു സമരമാണ്. അങ്ങനെയാണ് ഇത് ആരംഭിച്ചത്. അവിടെ നിന്ന് ഇത് ഇപ്പോൾ ഒരു സ്ഥിരം സത്യാഗ്രഹ മോഡലിലേക്ക് ഈ സമരം വളർന്നുവെങ്കിൽ അത് നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മുടെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി മറ്റൊരു ഗത്യന്തരവും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനൊരു മാർഗത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചതാണ് എന്നുള്ളത് കുമ്പനാടിനെ അറിയാവുന്ന, കുമ്പനാട്ടെ സ്ഥലവാസികളെ അറിയാവുന്ന എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സഹന സമരത്തിന് എല്ലാ ആശംസകളും അറിയിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ ആവശ്യകത? ഞാൻ ഈ പ്രദേശത്ത് താമസിക്കുന്നയാളല്ല, ഞാൻ കോട്ടയത്ത് താമസിക്കുന്നയാളാണ്. ഒന്ന് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് അതുമായി ബന്ധപ്പെടുത്തി പറയാനായിട്ടുള്ളത്. ഒന്ന്, ഈ സമരം ജീവന് വേണ്ടിയുള്ള സമരമാണ്, ജീവനെ സംരക്ഷിക്കാനുള്ള സമരമാണ്. ജീവനെ സംരക്ഷിക്കാനുള്ള സമരത്തിൽ നിന്ന് ആർക്കും പിന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. കാരണം മനുഷ്യന്റെ ജീവനെ നിലനിർത്തുന്നത് ഈ പ്രകൃതി, ഈ ഭൂമി നമുക്ക് ദാനമായി നൽകിയ വെള്ളവും വായുവും മണ്ണുമൊക്കെയാണ്. ഈ വെള്ളവും വായുവും മണ്ണുമൊക്കെ മലിനപ്പെട്ടാൽ ഒരു ജീവനും നിലനിൽക്കാനായി സാധിക്കില്ല. അത് മനുഷ്യന്റെ കാര്യം മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുമുള്ള മുഴുവൻ ചരാചരങ്ങൾക്കും ജീവിക്കണമെങ്കിൽ ശുദ്ധമായ വായുവും ശുദ്ധമായ വെള്ളവും നല്ല മണ്ണും ഉണ്ടാവണം. എന്നാൽ നമ്മുടെ ചുറ്റുപാടും നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വായുവിനെയും വെള്ളത്തെയും നശിപ്പിക്കുന്നതായ അനവധി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. 75 ദിവസം ഒരു സായാഹ്ന ധർണയിലൂടെയും കഴിഞ്ഞ 12 വർഷത്തിലധികമായി ഒരു സഹന സമരത്തിലൂടെയും ഈ പ്രദേശത്തെ വായുവിനെ നശിപ്പിക്കുന്ന ഈ പ്ലാന്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെടുമ്പോൾ ഇവിടെ നമ്മെ ഭരിക്കുന്നതായ ഭരണാധികാരികൾക്ക് അത് ഒരു തരത്തിലും മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടാണത് മനസ്സിലാവാത്തത്? മനസ്സിലാവാത്തതിന്റെ കാരണവും നമുക്ക് അറിവുള്ളത് തന്നെയാണ്. കാരണം ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഭരണമാണ്. ആ ജനാധിപത്യത്തിൽ അധികാരത്തിലേറുന്നവർ ജനങ്ങളെ മറന്നു കളഞ്ഞാൽ അധികാരത്തിലേറുന്ന എല്ലാവരോടും ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്, ഞങ്ങളുടെ വിരലിൽ മഷി പുരട്ടുന്ന ഒരു ദിവസം ഇനിയും വരാനുണ്ട് എന്ന് നിങ്ങൾ ആരും മറന്നു പോകരുത്. കാരണം അതല്ലാതെ ജനാധിപത്യത്തിൽ ആർക്കും അധികാരമില്ല എന്നുള്ള നല്ല തിരിച്ചറിവുണ്ടാവണം. ഈ പ്രദേശത്തെ ജനങ്ങളെ മരണത്തിലേക്ക് തള്ളിവിടുന്ന, ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ഈ പ്ലാന്റ് അടച്ചുപൂട്ടണം എന്നുള്ളത് ഒരു ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വന്ന എല്ലാ അധികാരത്തിൽ ഇരിക്കുന്നവർക്കും മനസ്സിലാവേണ്ടതാണ്. അത് മനസ്സിലാവുന്നില്ലെങ്കിൽ അത് മനസ്സിലാക്കി കൊടുക്കാനുള്ള അവകാശം ഇന്നാട്ടിലെ ജനങ്ങൾക്കുണ്ട് എന്ന് മറന്നു പോകരുത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇന്ന് നമ്മോട് പറയുന്നത് വികസനത്തെ കുറിച്ചാണ്. നമ്മളെ അങ്ങ് വികസിപ്പിക്കും എല്ലാവരും കൂടെ. എവിടെയാണ് വികസനം? അടിസ്ഥാനപരമായ മനുഷ്യന്റെ ആവശ്യങ്ങളെ പരിഗണിക്കാത്തതൊന്നും വികസനമല്ല എന്ന് ഉറക്കെ പറയുന്നതാണ് ഇത്തരം സമരങ്ങൾ. എന്താണ് വികസനം? ഈ നാട്ടിൽ ജീവനെ സംരക്ഷിക്കാൻ കഴിയാത്തതൊന്നും വികസനമല്ല. മനുഷ്യന് കുടിക്കാൻ വെള്ളം കൊടുക്കാത്തതൊന്നും വികസനമല്ല. മനുഷ്യന്റെ വായുവിനെ നശിപ്പിക്കുന്നതൊന്നും വികസനമല്ല എന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും രാഷ്ട്രീയ നേതാക്കൾ നമ്മുടെ മുൻപിൽ വന്ന് പറയും, ഞങ്ങൾ വികസനത്തിന്റെ ആളുകളാണ്. ഞാൻ പറയും, ഇന്നാട്ടിലെ പരിസ്ഥിതിയെ സംരക്ഷിക്കാത്ത ഒരു വികസനവും ഇനി നമുക്ക് ആവശ്യമില്ല എന്ന് ഉറക്കെ പറയാൻ കഴിയണം. ഇന്നാട്ടിലെ ജലത്തെയും വായുവിനെയും മണ്ണിനെയും സംരക്ഷിക്കാത്തത് ഒന്നും വികസനമല്ല എന്ന് തിരിച്ചറിയുന്ന ഒരു ജനത ഇവിടെ ഉണ്ട് എന്നുള്ളത് എല്ലാവരും ഓർമ്മയിൽ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ഈ സമരം വളരെ പ്രാധാന്യമുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ജനകീയ സമരങ്ങളുടെ പ്രാധാന്യം ഈ നാട്ടിൽ ആരും മറന്നു പോകരുത്. കാരണം ജനകീയ സമരങ്ങളുടെ മുൻപിൽ ഇന്നാട്ടിലെ ഭരണാധികാരികളൊക്കെ മുട്ടുമടക്കിയിട്ടുണ്ട്. നെഞ്ചുറപ്പും നെഞ്ചളവും ഒക്കെ പറയുന്ന ഭരണാധികാരികൾ ജനകീയ സമരങ്ങളുടെ മുൻപിൽ മുട്ടുമടക്കിയിട്ടുണ്ട് എന്നുള്ളത് വീണ്ടും ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഡൽഹിയിലെ കർഷക സമരം ആരും മറന്നുപോയിട്ടില്ല. ഡൽഹിയുടെ ആ തണുപ്പിലും ചൂടിലും ഒരുപോലെ ജീവൻ കൊടുത്ത് സമരം ചെയ്ത കർഷകരുടെ മുൻപിൽ ഇന്ത്യ ഭരണകൂടം മുട്ടുമടക്കിയെങ്കിൽ
ഈ സമരത്തിന് മുൻപിലും ഈ ഭരണകൂടം മുട്ടുമടക്കേണ്ടി വരും എന്ന് മാത്രമേ ഞങ്ങൾക്ക് ഓർമ്മിപ്പിക്കാനായിട്ടുള്ളൂ. ഞാൻ ഒരു പ്രത്യാശയോടെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ആ പ്രത്യാശ എന്ന് പറയുന്നത് ഈ നാട്ടിലെ ഭരണകൂടങ്ങളോ ഈ നാട്ടിലെ മതസ്ഥാപനങ്ങളോ തരുന്ന പ്രത്യാശയല്ല, മറിച്ച് ജനങ്ങളുടെ അധികാരത്തിലും ജനങ്ങളുടെ ശക്തിയിലും വിശ്വസിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ജനകീയ സമരങ്ങൾ അടിച്ചമർത്താമെന്ന് ആരും കരുതണ്ട, അത് സാധിക്കുകയില്ല എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളയിൽ സമരത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. എന്തുകൊണ്ടാണ് ഗവൺമെന്റ് പിന്നോട്ട് പോയത്? ഒറ്റ കാര്യമേ ഉള്ളൂ, ഇന്നാട്ടിലെ ജനങ്ങളെതിരാണ് അതിന്, ഇന്നാട്ടിലെ ജനമനസ്സുകൾ എതിരാണ്, ഇന്നാട്ടിലെ പരിസ്ഥിതിയെ നശിപ്പിക്കും. അതുകൊണ്ട് ആ സമരത്തിന്റെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ ഒരു ശക്തിക്കും സാധിക്കില്ല എന്ന് മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ജീവിക്കാനുള്ള അവകാശമാണ് അടിസ്ഥാനപരമായിട്ടുള്ളത്. ആ ജീവിക്കാനുള്ള അവകാശത്തെ പുനഃസ്ഥാപിക്കുന്ന ഇത്തരം സമരത്തിന് എല്ലാ ഐക്യദാർഢ്യവും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഈ സമരത്തിന് മുൻപിലും ഈ ഭരണകൂടം മുട്ടുമടക്കേണ്ടി വരും എന്ന് മാത്രമേ ഞങ്ങൾക്ക് ഓർമ്മിപ്പിക്കാനായിട്ടുള്ളൂ. ഞാൻ ഒരു പ്രത്യാശയോടെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ആ പ്രത്യാശ എന്ന് പറയുന്നത് ഈ നാട്ടിലെ ഭരണകൂടങ്ങളോ ഈ നാട്ടിലെ മതസ്ഥാപനങ്ങളോ തരുന്ന പ്രത്യാശയല്ല, മറിച്ച് ജനങ്ങളുടെ അധികാരത്തിലും ജനങ്ങളുടെ ശക്തിയിലും വിശ്വസിക്കുന്നത് കൊണ്ടാണ്.